ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിലെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കുകയാണ്. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് എന്താണ് നമുക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണ്ടത്, അത് മാത്രമാണ് നമ്മളിപ്പോൾ ക്ലാസ് റെക്കോർഡ് ചെയ്ത് പോകുന്നുള്ളൂ. ഫുള്ള് ടെക്സ്റ്റ് കിടക്കുന്ന എല്ലാ സെൻറ്റൻസും വായിച്ച് മലയാളത്തിൽ അർത്ഥം പറയുന്നില്ല, കാരണം നിങ്ങളത് കൃത്യമായിട്ട് കേൾക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാരണം കൃത്യമായിട്ടുള്ള വ്യൂസ് ഒന്നും ക്ലാസ്സിൽ വരുന്നില്ല. അതുകൊണ്ട് എക്സാം ജയിക്കണം എന്നുള്ളതും പഠിച്ച് രക്ഷപ്പെടണം എന്നുള്ളവർ മാത്രം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് എന്താണെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സീ ഫസ്റ്റ് വൺ ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് എന്താണെന്ന് ഓർക്കുക. അക്കൗണ്ടിങ് എന്താണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളും എന്ത് മേഖലകളും ചെയ്താലും അതിലെല്ലാം നമുക്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്ന അല്ലെ കണക്ക് എന്ന് കൃത്യമായിട്ട് നമ്മൾ എഴുതി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് നമ്മൾ പറയുന്ന ഒന്നാമത്തെയാണ് ഗ്രീൻ അക്കൗണ്ടിങ്. എന്താണ് ഗ്രീൻ അക്കൗണ്ടിങ് എന്നുള്ളത്? ഫസ്റ്റ് ഇറ്റാലിക്കിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഫുള്ള് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഗ്രീൻ അക്കൗണ്ടിങ് ഓർ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഈസ് എ new branch of accounting that aims at accounting for the environment as its well-being, so that it reflects the use and depletion of natural resources. അതായത് നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഉപയോഗവും അവയുടെ ദുരുപയോഗവും മനസ്സിലായത് എങ്ങനെയാണ് നശിച്ചു പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അക്കൗണ്ടിങ് രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നൊരു നമ്മുടെ പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ ഒത്തിരി സ്ഥാപനങ്ങളിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീൻ അക്കൗണ്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ അക്കൗണ്ടിങ്ങിനകത്ത് പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഉദാഹരണം ഒരു സ്ഥാപനത്തിന് ചുറ്റുപാടും എത്ര മരങ്ങൾ എത്ര വൃക്ഷങ്ങൾ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നിലവിൽ എത്രയുണ്ട്, പണ്ട് വരെ നിൽക്കുന്നവ എത്രയുണ്ട്, അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള എന്താണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ആ മരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മളവിടെ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിൽ എത്ര എണ്ണം നശിച്ചു പോയി, എത്ര എണ്ണം എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് എഴുതുന്നത്. അപ്പം ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ബ്രാഞ്ചാണ്. അതുപോലെ തന്നെ ഇതെന്താണ് ലക്ഷ്യം വെക്കുന്നത്, എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം അക്കൗണ്ടിങ് രൂപത്തിൽ അക്കൗണ്ടിങ് സിസ്റ്റം അനുസരിച്ച് നമ്മളത് എഴുതി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി താഴെ പറഞ്ഞത് വേറൊരുണ്ട്. പ്രൊഫസർ പീറ്റർ വുഡ് പറഞ്ഞിരിക്കുന്നതാണ്, ഗ്രീൻ അക്കൗണ്ടിങ് ഈസ് ആൻ അറ്റംപ്റ്റ് to factor environmental cost into the financial results of operations. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ശ്രമമാണ്. ഇറ്റ്സ് ആൻ അറ്റംപ്റ്റ് ടു ഫാക്ടർ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഇൻ ദ ഫിനാൻഷ്യൽ റിസോഴ്സ് ഓഫ് ഓപ്പറേഷൻസ്. അതായത് എൻവയോൺമെൻറ്റുമായി വരുന്ന കോസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് രൂപത്തിലേക്കാകുന്നു, ഫൈനാൻഷ്യൽ റിസോഴ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് അതിലേക്ക് ആക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം നമുക്ക് ചിലവിടാനായിട്ട് സാധിച്ചു, ഇതിനു വേണ്ടി എത്ര രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന ഗ്രീൻ അക്കൗണ്ടിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്ത് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്. The concept of green accounting was first developed by Professor Peter Wood in the years of 1980. 1980 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗ്രീൻ അക്കൗണ്ടിങ്ങിൻ്റെ ഈ കൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. ഓൾദോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എ ന്യൂ ഫീൽഡ് ഓഫ് സ്റ്റഡി ആൻഡ് പ്രാക്ടീസ്, ഇറ്റ് ഗെയിൻഡ് റെലവൻസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രീൻ അക്കൗണ്ടിങ് സിസ്റ്റം. പേജ് നമ്പർ 3.2 നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അല്ല ഇതിൻ്റെ ഗ്രീൻ അക്കൗണ്ടിങ് നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്നാമത്തെയാണെന്ന് ഐഡൻറ്റിഫൈസ് ദി നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള വളർച്ചയ്ക്ക് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അവയെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഗ്രീൻ അക്കൗണ്ടിങ് റെക്കഗ്നൈസ് ദ കോസ്റ്റ് ഓഫ് ദി യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസിൻ്റെ കോസ്റ്റുകൾ. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് അല്ലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രീൻ അക്കൗണ്ടിങ് ആണ് പറയുന്നത്, പ്രൊവൈഡ്സ് എ ലിങ്കേജ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രീൻ അക്കൗണ്ടിങ് എസ്റ്റാബ്ലിഷ് എ ലിങ്കേജ് ബിറ്റ്വീൻ ഫിസിക്കൽ റിസോഴ്സ് അക്കൗണ്ട് ആൻഡ് മോണിറ്ററി എൻവയോൺമെൻറ്റൽ അക്കൗണ്ട്സ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇതിനകത്ത് സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത ഉള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ പറയുന്നത്
ഫിസിക്കൽ റിസോഴ്സസ് നമ്മുടെ കയ്യിൽ എത്ര മരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എത്ര വേസ്റ്റ് ബിന്നുണ്ട്, അങ്ങനെയുള്ള എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട എത്ര ഫിസിക്കൽ റിസോഴ്സസ് ഉണ്ടോ അതിനെയെല്ലാം നമ്മൾ എന്തുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്? മോണിറ്ററി എൻവയോൺമെൻറ്റൽ അക്കൗണ്ട്സുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫിസിക്കൽ റിസോഴ്സസ് അക്കൗണ്ട്സിനെ ലിങ്ക് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏതിൻ്റെ? ഗ്രീൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ. 3 ഇറ്റ് പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേറ്റ്സ്. ഓക്കെ, നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്തായിരിക്കും വാല്യൂ ഓഫ് എൻവയോൺമെൻറ്റ് റിസോഴ്സസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ്സ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എണ്ണിയെടുക്കാനായിട്ട് എണ്ണി അളക്കുവാനായിട്ട് പറ്റുന്ന മെഷർമെൻറ്റ്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡിങ് യൂസർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. യൂസർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ അക്കൗണ്ടിങ് ഹെൽപ്സ് ടു സബ്മിറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് യൂസർ ഇൻഫർമേഷൻ ഫോർ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് എൻറ്റിറ്റീസ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് അറ്റ് ദെയർ ഡിസ്പോസൽ. പ്രൊവൈഡിങ് യൂസർ ഇൻഫർമേഷൻ, അതായത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെയാണ് ആക്ട് ആസ് ആൻ ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ പ്ലാനിങ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അസസ്മെൻറ്റ് വരുന്നത്? അതായത് ഇപ്പോൾ ഈ പറയുന്ന ഗ്രീൻ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് ഈ ഫിസിക്കലായിട്ടുള്ള നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്നതായിട്ടുള്ള റിസോഴ്സസിൻ്റെ എണ്ണവും പിന്നെ ഏതാണ് അവയുടെ പ്ലാനിങ്ങും, എക്സാക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതിനകത്ത് പറയുന്നതാണ് ഇഫ് ദ എൻവയോൺമെൻറ്റ് റിസോഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ആൻഡ് ഇഫ് ദെയർ ഈസ് എനി ചേഞ്ചസ് ഇൻ ദം, പറയുന്ന എൻവയോൺമെൻറ്റ് റിസോഴ്സസ് അതിൻ്റെ അകത്ത് കണ്ടെത്തുകയും അതുപോലെ തന്നെ അതിനെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയോ ചെയ്തെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാം? ഇൻഫർമേഷൻ ബേസ്ഡ് പ്ലാനിങ് എന്ന് പറയാൻ സാധിക്കും. പിന്നെ പറയുന്നതാണ് അക്കൗണ്ട്സ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് പ്രകൃതിദത്തം ആയിട്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച്, അതിനെക്കുറിച്ച് സമാഹരിക്കുന്നതിനെ കുറിച്ചുള്ള അക്കൗണ്ട്സും നമ്മൾ ഇതിനകത്ത് പറയുന്നു. അടുത്ത അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയൊരു ഗ്രീൻ അക്കൗണ്ടിങ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇംപ്രൂവിങ് എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ആണ് പറയുന്നത്. ഇംപ്രൂവിങ് എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഗ്രീൻ അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ബൈ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, കൺട്രോളിങ് കോസ്റ്റ് ആൻഡ് പ്രൊമോട്ടിങ് സസ്റ്റൈനബിലിറ്റി. അതായത് ഇതിനുള്ള ചിലവ് എത്രത്തോളം ഉണ്ട് അവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൊമോട്ടിങ് സസ്റ്റൈനബിലിറ്റി, അതിൻ്റെ സ്ഥിരതയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പ്രൊമോഷൻ നടത്തുവാനായിട്ടും സാധിക്കും. പിന്നെയാണ് ഇൻവെസ്റ്റ് ഇൻ എഫിഷ്യൻറ്റ് ടെക്നോളജീസ്. അതായത് ഇങ്ങനെയുള്ള ഗ്രീൻ അക്കൗണ്ടിങ് നടത്തുന്നതിലൂടെ എന്താണ്? ക്ലീനർ ആൻഡ് എഫിഷ്യൻറ്റ് ടെക്നോളജീസിനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്യുവാനും അവയെ നമുക്ക് കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും സാധിക്കും. പിന്നെ പറയുന്നതാണ് ഡെവലപ്പിംഗ് ഗ്രീനർ പ്രോഡക്ട്സ്. അതായത് ഇങ്ങനെയുള്ള അക്കൗണ്ടിങ് സിസ്റ്റം നടത്തുന്നതിലൂടെ പുതിയതായിട്ടുള്ള പ്രകൃതി സൗഹാർദ്ദ പ്രോഡക്ട്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെയാണ് ഫോമിങ് ഇൻഫോംഡ് ഡിസിഷൻസ്. അതായത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള ഡിസിഷൻസാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് ഡിസിഷൻ എടുക്കുവാനായിട്ടുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിസിഷൻ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമുക്ക് ഒത്തിരി എമർജൻസി ആയിട്ട് ഒത്തിരി ആവശ്യങ്ങൾ നമുക്ക് വരും. മീൻസ് എന്താണ്? ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള എവിഡൻസസുകളോ അല്ലെങ്കിൽ അതിനുള്ള റീസണബിൾ ആയിട്ടുള്ള കുറേ സപ്പോർട്ടിങ് ഫാക്ട്സുകൾ അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെയാണ് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ചോയ്സസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചോയ്സസ് എങ്ങനെയാണ്? ഗ്രീൻ അക്കൗണ്ടിങ് ഇനേബിൾസ് ഗവൺമെൻറ് ടു ടേക്ക് ഇവാലുവേറ്റ് ചോയ്സസ് വിതൗട്ട് എ ബയാസ് അഗൈൻസ്റ്റ് ഫ്യൂച്ചർ ജനറേഷൻസ്. അതായത് നമ്മുടെ മുൻപോട്ടുള്ള പ്രയാണങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്ലാൻ ഓഫ് ആക്ഷനും ഇത് എന്തല്ല എന്നാണ് ഗവൺമെൻറ്റിന് വളരെ ഈസി ആയിട്ട് ഒരു ബയാസ് കൂടെ എന്ന് പറഞ്ഞാൽ മുൻവിധി കൂടാതെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ചോയ്സസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിനെ സഹായിക്കുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞത് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് അഡ്ജസ്റ്റിംഗ് ട്രഡീഷണൽ മെഷേഴ്സ് ഓഫ് ഗ്രോത്ത്. അതായത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നമ്മൾ GDP
GNP തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിവീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഗ്രീൻ അക്കൗണ്ടിങ്ങിൻ്റെ റിസൾട്ടുകൾ വളരെ അത്യാവശ്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് വിൽ ഹെൽപ്സ് ഫോർ ദ മെഷേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. അത് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെയും അതുപോലെ തന്നെ വളർച്ചയെയും വളരെ കാര്യക്ഷമമായി അത് എന്ത് ചെയ്യുന്നു, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, only in the stage of infancy. That means green accounting is an evolving science and only at it was infancy. The concept to become fully implemented, a lot of study is required. അതായത് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും അതേപോലെ 4 മാസം ഒരു വർഷം ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. അത് ശരിക്കും ബേസിക്കലി അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അത് അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ എന്ത് ചെയ്യാറില്ല, വലിയ ചേഞ്ചസ് ഒന്നും ഓൾട്ടർനേറ്റീവ് വരാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും ശൈശവ സമയങ്ങളിൽ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നുള്ളൂ. 2, നോ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് മെത്തേഡ്. അതൊരു വലിയൊരു ലിമിറ്റേഷനാണ് പറയുന്നത്. ഗ്രീൻ അക്കൗണ്ടിങ്ങിന് സ്ഥായിയായിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് രീതിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. 3, നോ കമ്പാരിസൺ ഈസ് പോസിബിൾ. ഇതിൻ്റെ ഒരു ഡേറ്റ എൻട്രി എന്ന് പറയുന്നൊരു പ്രത്യേക ടൈപ്പിലാണ്. അതുകൊണ്ട് ഇത് മറ്റുള്ള മേഖലകളുമായി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നതാണ് ഡിഫിക്കൽട്ട് ഇൻ അസൈനിങ് വാല്യൂസ്. ഓക്കെ, അതെങ്ങനെയാണ് ഡിഫിക്കൽട്ടി ഇൻ അസൈനിങ് വാല്യൂസ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പ്ലാന്റ് ആൻഡ് മിഷനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇങ്ങനെയുള്ള ഓരോന്നിനും നമ്മൾ കൃത്യമായിട്ട് വാല്യൂ കൊടുക്കുന്ന പോലെ ഇതിനെന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് കൃത്യമായിട്ട് വാല്യൂസ് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഡിഫിക്കൽട്ടി ഇൻ വാല്യൂവിങ് റിസോഴ്സസ് കൺസ്യൂംഡ്. എത്രത്തോളം റിസോഴ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെയുള്ളത് ഹൈ കോസ്റ്റ് ആണ് പറയുന്നത്. അതായത് ഈ സ്റ്റാഫിന് ട്രെയിനിങ്, എംപ്ലോയീസിന് ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രീൻ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഹൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ഇതിലേക്ക് നമ്മൾ പോവുകയാണ് ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കുന്നതാണ് എക്സാമിന്, അത് അണ്ടർലൈൻ ചെയ്തോളാം. മീനിങ് ആൻഡ് ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്തോളുക. Green banking refers to promoting environment-friendly banking practices and reducing carbon footprints from banking activities by improving banking operations as well as technology and making the habits of the clients environment-friendly. അതായത് ദൈനംദിനം വളർന്നു വരുന്ന അന്തരീക്ഷ മലിനീകരണം അഥവാ പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാന മേഖലകളിലെ ഇഷ്യൂസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബാങ്കിലെ പ്രവർത്തനങ്ങൾ ഇവയ്ക്കൊക്കെ ഒരു കാരണമാകുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് അവയ്ക്ക് കാരണമാകുന്നത്, ബാങ്കിന് എങ്ങനെയാണ് കാരണമാകുന്നത്? അത് പറയുന്നത് ഇങ്ങനെയാണ്: പ്രൊമോട്ടിങ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ബാങ്കിങ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. പ്രകൃതി സൗഹാർദ്ദപരമായ ബാങ്കിങ് പ്രാക്ടീസസ് നടപ്പിലാക്കുന്നതും അതുപോലെ തന്നെ റെഡ്യൂസിങ് കാർബൺ ഫുട് പ്രിൻറ്റ്സ്. അതായത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് ബാങ്കുകളിൽ ഗ്രീൻ ചാനൽ, പിന്നെ ഗ്രീൻ പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നത് ബാങ്കിന് എപ്പോഴുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് മാക്സിമം കറൻസി അല്ലെങ്കിൽ അതുപോലുള്ള പണമിടപാടുകൾ എന്താക്കുന്നു, കാർഡ് വൈസ് ട്രീറ്റ്മെൻറ്റ് ഫ്രണ്ടോട്ട് പോകുന്നു. ഉദാഹരണം നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്രണ്ടിൽ സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ടാകും. അതിൻ്റെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ അവിടെ തന്നെ അവരത് ചെയ്തു തരും. കാരണം ഇല്ല എങ്കിൽ കഴിഞ്ഞാൽ കറൻസി ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കിനെ കറൻസി ട്രാൻസാക്ട് ചെയ്യണമെങ്കിൽ അതുമായി കൊണ്ട് ഇലക്ട്രിസിറ്റി ചാർജ് തൊട്ട് ഒത്തിരി കുഞ്ഞു കോസ്റ്റുകളൊക്കെ വരും. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെയുള്ള പെയിൻ സ്ലിപ്പുകൾ, പ്രിൻ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പേപ്പറുകൾ ചിലവാകും. അത് ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഗ്രീൻ ചാനൽ വഴി അക്കൗണ്ട് ട്രാൻസ്ഫറും പിന്നെ യോനോ ആപ്പ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കറൻസികൾ നേരിട്ട് കൈവാങ്ങാതെ ഗോൾഡ് പ്രോട്ടോക്കോളിന് പ്രശ്നങ്ങളുള്ള സമയത്തൊക്കെ നമുക്കിത് കയ്യിൽ വാങ്ങിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് an umbrella term referring to practices and guidelines that makes bank sustainable to financial, environmental and social dimensions. എന്ത് പറയുന്നത് എന്താണ് ഗ്രീൻ ബാങ്ക് എന്ന് പറയുന്നത്? ഇതൊരു കൊടക്കീഴിലുള്ള എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? പ്രാക്ടീസസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓഫ് ദി ബാങ്ക്സ് ആണ് പറയുന്നത്. ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസസ്, ഇങ്ങനെയുള്ളവർക്ക് എന്തിനു വേണ്ടിയാണ്? ഫൈനാൻഷ്യൽ, എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ഡയമെൻഷനിലുള്ള അവരുടെ സസ്റ്റൈനബിൾ അഥവാ അവരുടെ നിലനിൽപ്പിന് തന്നെ ഇത് സഹായകരമാകുന്നതായിട്ടാണ് പറയുന്നത്. അതാണ് ഗ്രീൻ ബാങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1,
അവോയ്ഡിങ് യൂസേജ് ഓഫ് പേപ്പർ. നമ്മളിപ്പോൾ കണ്ട കാര്യമാണ്. അതിൻ്റെ ഡെഫിനേഷൻ എക്സ്പ്ലനേഷൻ നിങ്ങൾ തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഇത് പേപ്പറിൻ്റെ ഉപയോഗം മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കുറയ്ക്കാനായിട്ട് സാധിക്കും. 2, ക്രിയേറ്റിംഗ് അവയർനെസ് ടു ബിസിനസ് പീപ്പിൾ. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നതാണ് സേവിങ് ഓഫ് ടൈം. സമയം ധാരാളം നമുക്ക് സൂക്ഷിക്കാനായിട്ട് അല്ല സേവ് ചെയ്യാൻ സാധിക്കും. അടുത്ത സേവിങ് ഓഫ് കോസ്റ്റ്, നമുക്ക് ചിലവ് വളരെ സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്നതാണ് ബെനിഫിറ്റ്സ് ടു ഫ്യൂച്ചർ ജനറേഷൻസ്. ഫ്യൂച്ചർ ജനറേഷൻ ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് ഗ്രീൻ ബാങ്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെയാണ് നാച്ചുറൽ റിസോഴ്സസ് കൺസർവേഷൻ ചെയ്യുന്നത്. നമ്മുടെ എത്രത്തോളം എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സുകൾ നമ്മൾ കൺസർവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ആണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെയുള്ള ഇതിൻ്റെ പോരായ്മകളല്ല, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ്. പെട്ടെന്ന് നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിയുമ്പം ഈ പറയുന്ന ഗ്രീൻ ചാനലായിട്ട് ഇതൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പറയുന്നതാണ് കസ്റ്റമർ കെയർ. അടുത്ത പറയുന്നതാണ് ദർ ഇസ് നോ പേഴ്സണൽ കോൺടാക്റ്റ് വിത്ത് എനി ഓഫ് ദി സ്റ്റാഫ്. മറ്റുള്ള സ്റ്റാഫുകളുമായിട്ട് യാതൊരുവിധ പേഴ്സണൽ ആയിട്ടുള്ള കോൺടാക്റ്റുകളും ഇല്ല. പിന്നെ പറയുന്നതാണ് സെക്യൂരിറ്റി കൺസേൺ. ദാറ്റ് മീൻസ് ഓൺലൈൻ ബാങ്കിങ് സൈറ്റ്സ് ആർ ഹെവി എൻക്രിപ്റ്റഡ് വിത്ത് ദി ഡെവലപ്പിംഗ് ടെക്നോളജീസ്. കാരണം നേരത്തെ നമുക്ക് ഈ പറയുന്ന OTP വരാറില്ലായിരുന്നു. പിന്നെ എന്താണ് ഇത്ര രൂപ നിങ്ങൾക്ക് ഇതടിച്ചിട്ടുണ്ട് അല്ലെ പാസ്വേഡ് അയച്ചു തരാമോ, അപ്പോൾ OTP ഇതിപ്പോൾ വന്നിരിക്കുന്ന OTP പറഞ്ഞു തരാമോ എന്നാണ് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ കോളുകളും ഫേക്കായിട്ട് നമുക്ക് വരാറുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് പറയുന്നത്. നേരിട്ട് ബാങ്കിൽ പോകുന്നതാണ് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെയുള്ള ടെക്നിക്കൽ ബ്രേക്ക് ഡൗൺസ് എന്ന് പറയുന്നത് ആസ് വിത്ത് ഓൾ ടെക്നോളജീസ് ഓൺലൈൻ ബാങ്കിങ് വെബ്സൈറ്റ്സ് സംടൈംസ് ഗോ ഡൗൺ. അതായത് സെർവർ എററാണ്, നെറ്റ് സ്ലോ ആണെന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് നമ്മൾ ബാങ്കിൽ പോയി മണിക്കൂറുകൾ അവിടെ നമ്മൾ ഇരിക്കാറുണ്ട്. അതൊക്കെ ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. ഇനിയുള്ളത് എന്താണ് കവറേജ് ഓഫ് ഗ്രീൻ ബാങ്കിങ്. ഗ്രീൻ ബാങ്കിങ്ങിൻ്റെ കവറേജ് എന്തൊക്കെയാണ് വരുന്നത്, ഇതിലൂടെ ഏതൊക്കെ മേഖലകളെ ടച്ച് ചെയ്താണ് പോകുന്നത്. ഒന്നാമത്തെയാണ് ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓൺലൈൻ ബാങ്കിങ് ഓൾസോ നോൺ ആസ് ഇൻ്റർനെറ്റ് ബാങ്കിങ്, ബാങ്കിങ് ഓർ വെർച്വൽ ബാങ്കിങ് ഈസ് ആൻ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ദാറ്റ് enables customers of a bank or other financial transactions to conduct a range of financial transactions through the financial institution's website. അതായത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത്, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഓൺലൈൻ ബാങ്കിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങാൻ വേണ്ടിയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അല്ലാതെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, ഗൂഗിൾ പേ ചെയ്യുന്നവരാണ് ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെയാണ് ഒന്ന് ഗ്രീൻ മോർട്ട്ഗേജസ് എന്ന് പറയുന്നതാണ്. ഗ്രീൻ മോർട്ട്ഗേജ് is a type of a loan provided by banks at a lower rate of interest to the customers who purchase new energy efficient homes or energy efficient appliances or green power. അതായത് ഗ്രീൻ മോർട്ട്ഗേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ അവരോട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഴ്സുകൾ, എനർജി സോഴ്സുകൾ നമ്മൾ ലാഭിക്കുന്നതിന് വേണ്ടിയും അതിനേക്കാളും റേറ്റ് കുറഞ്ഞ എനർജി സോഴ്സുകൾ നമുക്ക് ബൈ ചെയ്യുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗ്രീൻ മോർട്ട്ഗേജ് പോലെയുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബാക്കിയതായിട്ട് നോക്കാം. പിന്നെയാണ് പറയുന്നത് RDC, റിമോട്ട് ഡിപ്പോസിറ്റ് ക്യാപ്ചർ. റിമോട്ട് deposit capture is a system that allows a customers to scan checks remotely and transmit the checks images to a bank for deposit, usually via an encrypted internet connection. When the bank receives a check image from the customer, it posts the deposit to the customer's account and makes the fund available based upon the customer's particular അവൈലബിലിറ്റി ഷെഡ്യൂൾ. റിമോട്ട് ഡിപ്പോസിറ്റ് ക്യാപ്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വലിയ സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെക്കിൻ്റെ താഴെ ഒരു മാഗ്നറ്റിക് കോഡുള്ള ഒരു ഏരിയ കാണും, ICR കോഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കാൻ ചെയ്തിട്ട് ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ എന്താണ് അതിന് ഗുണം എന്ന് ചോദിച്ചാൽ അതിനകത്ത് നമ്മൾ നേരിട്ട് അവിടെ ചെല്ലേണ്ടതോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെയാണ് ഗ്രീൻ കാർ ലോൺസ്. It's a scheme of a loan provided by banks at a low rate of interest to those customers who purchase high fuel efficiency car or who convert their values or more fuel efficient ones. അതായത് കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ളതെന്ന് പറഞ്ഞാൽ അന്തരീക്ഷം മലിനീകരമായിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മോർ ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള കാറുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അതിന് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പിന്നെ പറയുന്നതാണ് ഗ്രീൻ ക്രെഡിറ്റ് കാർഡ്സ്. A green credit card allows card holders to take rewards or points which can be redeemed for contributions to eco-friendly charitable organizations.
ഇതെന്താണെന്ന് നോക്കിയോളണം. ഇത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഓൺലൈൻ പർച്ചേസുകൾ പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ അകത്ത് നമുക്ക് ബോണസ് പോയിൻറ്റുകളും റിവാർഡ്സുകളും കിട്ടാറുണ്ട്. ഈ പറയുന്ന ബോണസ് പോയിൻറ്റുകൾ അല്ലെങ്കിൽ റിവാർഡ്സുകൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും അതുകൊണ്ട് നമുക്ക് വേറെ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പർച്ചേസുകൾ നടത്താനായിട്ട് സാധിക്കും. അതാണ് ഈ ഗ്രീൻ കാർഡ്സിൻ്റെ അകത്ത് വരുന്നത്. അടുത്ത പറയുന്നതാണ് മൊബൈൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ബാങ്കിങ് ഈസ് എ സർവീസ് പ്രൊവൈഡ് ബൈ ബാങ്ക് ഓർ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് അലൗസ് ദ കസ്റ്റമേഴ്സ് ടു കണ്ടക്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റിമോട്ട്ലി യൂസിങ് എ മൊബൈൽ ഡിവൈസ് സച്ച് എസ് സ്മാർട്ട് ഫോൺ ഓർ ടാബ്ലറ്റ്സ്. സ്മാർട്ട് ഫോൺ വഴിയോ ടാബ്ലറ്റ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മൊബൈൽ ഫോൺ വഴി നെറ്റ് ആക്സസ് ചെയ്യുന്നതിനെയാണ് മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് പറയുന്നത് സ്റ്റെപ്സ് ഇൻ ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതാണ് സ്റ്റെപ്സ് ഇൻ ഗ്രീൻ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റെപ്സ് ഇൻ ഗ്രീൻ ബാങ്കിങ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഗ്രീൻ ബാങ്കിങ് ഒരു ബാങ്കിലേക്ക് നമ്മൾ ഒരു ഗ്രീൻ ഇനീഷ്യേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് പറയുന്നത് POS, ദാറ്റ് ഈസ് പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ് പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻ. എ പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻ ഈസ് എ മെഷീൻ ഇൻസ്റ്റോൾഡ് അറ്റ് ദ ഗ്രീൻ ചാനൽ കൗണ്ടർ ഓൺ വിച്ച് ദി കസ്റ്റമർ സ്വൈപ്പ് ഹിസ് കാർഡ്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ ചാനൽ കൗണ്ടറിൽ എല്ലാ ബാങ്കുകളിലും ഒരു സ്വൈപ്പിംഗ് മെഷീൻ അവിടെ വെച്ചിട്ടുണ്ടാകും. ആ സ്വൈപ്പിംഗ് മെഷീൻ നമ്മൾ കാർഡ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനാണോ പൈസ ഇങ്ങോട്ട് കിട്ടാനാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വിഡ്രോവൽ പറ്റും, ഡിപ്പോസിറ്റ് പറ്റും, മറ്റൊരു സ്ഥലങ്ങളിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പോയിൻ്റ് ഓഫ് സെയിൽ മെഷീനിൽ വരും. അടുത്താണ് ഇൻസ്റ്റലേഷൻ ഓഫ് വിൻമിൽസ്. SBI ആണ് പ്രധാനമായിട്ടും 3 സ്റ്റേറ്റുകൾ തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് 3 സ്ഥലങ്ങളിൽ എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടി വിൻമില്ല് കാറ്റാടി പാടം സ്ഥാപിച്ച ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. തമിഴ്നാട്, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. പിന്നെയാണ് നടത്തുന്നത് ഹം ഓർ ഹരിയാലി ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അതായത് ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കാണ് മുംബൈയിൽ ആദ്യമായിട്ട് സോളാർ പവർ ATM സ്ഥാപിച്ചത്. എന്തിനാണ് 1980 കിലോവാട്ട്സ് 1980 കിലോവാട്ട് എനർജി ഇവർ സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെയ്തതെന്ന് സോളാർ പവറിലുള്ള ATM കൗണ്ടർ സ്ഥാപിച്ചത് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഇത് ഹം ഓർ ഹരിയാലി ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇത് ഫോം ചെയ്തത്. അടുത്താണ് ഗ്രീൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ്. ഗ്രീൻ കമ്മ്യൂണിക്കേഷൻ ഓർ പേപ്പർലെസ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വെയർ ദ ബാങ്ക്സ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഗ്രീറ്റിംഗ്സ് എക്സെട്ര. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സ് വഴിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അതിലൊന്നും പേപ്പറില്ല, ഓൺലി എന്ത് മാത്രമേ ഉള്ളൂ, പേപ്പർലെസ് കമ്മ്യൂണിക്കേഷനാണ് നമ്മളതിത് ഫോളോ അപ്പ് ചെയ്യുന്നത്. അടുത്താണ് ഗ്രീൻ വിജിലൻസ് എന്ന് പറയുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ആദ്യമായിട്ട് ഗ്രീൻ വിജിലൻസ് സ്റ്റാർട്ട് ചെയ്തത്. എന്തിനു വേണ്ടിയാണ്? പേപ്പർലെസ് ഡീലിങ്സ് ഇൻ കംപ്ലയിൻറ്റ്സ് ആൻഡ് വിജിലൻസ് പ്രൊസീജിയേഴ്സ് ആണ്. ബാങ്കുകളെ സംബന്ധിച്ചുള്ള കംപ്ലയിൻറ്റുകൾ എഴുതുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിജിലൻസ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രീൻ വിജിലൻസ് തുടങ്ങി. പിന്നെയാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ആക്സിസ് ബാങ്ക് ആണ് ഗ്രീൻ ബാങ്ക് ബാനറിന് കീഴിൽ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അതാണ് that help the bank to productively use tons of dry waste paper and for recycling. It has to reduce environment pollution. കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ റീസൈക്ലിങ്ങും ചെയ്തത്. ഇനിയുള്ളത് ഗ്രീൻ ബാങ്കിങ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു സെക്ഷൻ നോക്കുക. അതിനകത്ത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് എന്നുള്ള പേരുകൾ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. കാരണം അത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, ഗ്രീൻ ചാനൽ കൗണ്ടർ, ദാറ്റ് ഈസ് GCC. ഗ്രീൻ ചാനൽ കൗണ്ടർ വാസ് ഇനീഷ്യേറ്റഡ് ബൈ ഡിഫറെൻറ്റ് ബാങ്ക്സ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് നോട്ട് ചെയ്തോളാം കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലീഡർഷിപ്പിലുള്ള എല്ലാ ബാങ്കുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ചാനൽ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാളിങ് വിൻമിൽസ്, അത് ഇറ്റാലിക്ക് കിടക്കുന്ന മാത്രം അണ്ടർലൈൻ ചെയ്യേ. മൂന്നാമത് പറയുന്നതാണ് ഇലക്ട്രോണിക് ഫോം, അതായത് ബാങ്കിൻ്റെ ആനുവൽ റിപ്പോർട്ടുകൾ, മറ്റേ പ്രോഗ്രാമുകൾ തുടങ്ങിയവയൊക്കെ ബുക്കായിട്ടല്ല ഇലക്ട്രോണിക് ഫോമുകളിലാണ് അത് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെയാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻസ്റ്റാൾഡ് സോളാർ പവർ സിസ്റ്റം എന്ന് പറയുന്നത്. സോളാർ പവർ സിസ്റ്റവും എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്.
പിന്നെ ട്രീ പ്ലാന്റേഷൻ ഡ്യൂറിങ് മൺസൂൺസ് അതും ഇപ്പോൾ ഭയങ്കര ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലൗഡ് മോഡലുള്ള പദ്ധതിയാണ് ട്രീ പ്ലാന്റേഷൻ ഡ്രൈവും അവർ ചെയ്യുന്നുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രീൻ ബിൽഡിംഗ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, പ്രോഗ്രാം ടു സെൻസിറ്റൈസ് സ്റ്റാഫ് ഓൺ എനർജി സേവിങ്, സോളാർ ലാമ്പുകൾ ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പ്രൊജക്റ്റ് ലോണുകൾ, അതായത് വളരെ ഫീസിബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ റേറ്റുകളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് ലോണുകൾ അവർ കൊടുക്കുന്നുണ്ട്. പ്രൊജക്റ്റ് ഡിറ്റർമിൻ കാർബൺ ഫുട് പ്രിൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടി അവർ ബാങ്ക് ഇനീഷ്യേറ്റീവ്സ് എടുക്കാറുണ്ട്. കാർബൺ ഡിസ്ക്ലോഷർ പ്രോജക്ട്സ് ഉണ്ട്. പിന്നെ എനർജി എഫിഷ്യൻ്റ് മെഷേഴ്സ് ഉണ്ട്. NOC ഫ്രം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടു സാങ്ഷൻ ലോൺസ്. ഈ പറയുന്ന ലോണുകൾ ഓരോ സ്ഥാപനങ്ങളും മറ്റും തുടങ്ങുന്ന സമയത്ത് ഈ ലോണുകൾ പ്രശ്നമായിട്ട് വരുമ്പോൾ അതിന് വേണ്ടിയുള്ള NOCകൾ എടുക്കാൻ വേണ്ടി ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാങ്ക് പ്രൊവൈഡ് സ്വച്ഛ് ഭാരത് ക്യാമ്പയിൻ, അതായത് ക്ലീനിങ് അല്ലേ, നമ്മൾ TV-കളിൽ കാണുന്നതാണ്. പിന്നെ ബാങ്ക് പ്രൊഡക്റ്റ് എനർജി ഓഡിറ്റ്സ് ടു ഓൾ ഓഫീസസ് ഓഫ് എനർജി കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് പറയുന്ന ഈ ഇനീഷ്യേറ്റീവ്സ്. അടുത്താണ് പറയുന്നത് ന്യൂ ജനറേഷൻ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഒന്നാണ് ഇൻസ്റ്റാ ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്, ബാങ്ക്സ് പ്രൊവൈഡ് എ വെറൈറ്റി ഓഫ് സർവീസ് അണ്ടർ വൺ അംബ്രല്ല. ഒരൊറ്റ കുട കീഴിൽ ബാങ്കിലുള്ള എല്ലാ സേവനങ്ങളും ഒരുമിച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെയാണ് ഇലക്ട്രോണിക് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അത് പറയുന്നത് ബാങ്ക്സ് ഹാവ് സെറ്റ് ഫുൾ ഇലക്ട്രോണിക് ബ്രാഞ്ചസ് വെയർ ദി കസ്റ്റമേഴ്സ് ക്യാൻ കണ്ടക്ട് ഓൾ ദെയർ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. പിന്നെ ഡ്രൈവ് എന്താണ്, ബാങ്ക്സ് ആൻഡ് ബില്യൺസ് ഓഫ് റിപ്പോർട്ട്സ് ഇൻ എ ഇലക്ട്രോണിക് ഫോം ബൈ സേവിങ് ടൺസ് ഓഫ് പേപ്പർ. അത് ഒത്തിരി പേപ്പറുകൾ നമുക്ക് പ്രിൻ്റായിട്ട് വെറുതെ ഇതിങ്ങനെ റിപ്പോർട്ടായിട്ട് പ്രിൻ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് ഈ ഫോർമാറ്റിൽ അയച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ പറയുന്നത് വെഹിക്കിൾ ഫിനാൻസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ. പിന്നെ ഉള്ളതാണ് ഹോം ലോൺസ്. വേൾഡ് എൻവയോൺമെൻറ്റിൽ ജൂൺ 5-ാം തീയതിയാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. ബാങ്ക്സ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അടുത്ത ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എന്താണ് ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? മീനിങ് ആൻഡ് ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്യുക. ഗ്രീൻ മാർക്കറ്റിംഗ് ഈസ് ദ മാർക്കറ്റിംഗ് ഓഫ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ബേസ്ഡ് ഓൺ എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ്. അതായത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് പ്രകൃതിക്ക് എങ്ങനെയാണ് എക്കോ ഫ്രണ്ട്ലി എന്നുള്ള ഒരു മീനിങ് സക്സസ്ഫുൾ ആകുന്നത് എന്നാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സിസ്റ്റം നടപ്പിലാക്കുന്നതിലൂടെ പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നു. അതാണ് ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ്സ് another definition in the second paragraph. The process of selling products or services based on their environmental benefits, touching every aspects of the business from packaging to process of public relations. ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നത് തൊട്ട് എന്താണ് അവസാനം എൻഡ് കസ്റ്റമറുടെ കയ്യിലെത്തുന്ന വരെ ഇവർക്ക് എന്തുണ്ട്, ഈ പറയുന്ന ഈ ഒരു മാർക്കറ്റിങ്ങിൻ്റെ വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് അതിനകത്തുള്ളത്. നീഡ് ഓൺ ബെനിഫിറ്റ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഏത് ചോദിച്ചാലും ഇത് എഴുതാം. പ്രാധാന്യം, ലക്ഷ്യം, ആവശ്യകത, ഗുണം. ഗ്രീൻ മാർക്കറ്റിങ്ങിൻ്റെ ഒന്ന് പ്രൊമോഷൻ ഓഫ് പ്യുവർ ക്വാളിറ്റി പ്രോഡക്ട്സ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് പ്യുവറായിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് കൊടുക്കാനായിട്ട് അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. That means green marketing aims at a promotion of production and consumption of pure quality products. It is a philosophy that promotes production and sale of eco-friendly products with the protection of ecological balance. അതായത് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി സന്തുലനാവസ്ഥ നമ്മുടെ ഫ്രണ്ടിലേക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും നമ്മൾ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് വേണം നമ്മൾ ഉപയോഗിക്കാനെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെയർ ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് സൊസൈറ്റി. കസ്റ്റമേഴ്സും സൊസൈറ്റിയും ഇത് വളരെ ഒരു മാന്യമായ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡീലിങ്സാണ് എപ്പോഴും ഉള്ളത്. പ്രൊട്ടക്ഷൻ ഓഫ് ഇക്കോളജിക്കൽ എൻവയോൺമെൻറ്റ്, അവോയ്ഡിങ് വേസ്റ്റ്, റീഇൻവെസ്റ്റിംഗ് പ്രോഡക്ട്സ്, മേക്കിംഗ് ഗ്രീൻ വൈൽ ബീയിങ് ഗ്രീൻ. അതായത് നമ്മൾ ഗ്രീൻ ആയിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഗ്രീൻ ആക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. പിന്നെ ആക്സസ് ടു മാർക്കറ്റ്, പുതിയ മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ക്രിയേറ്റിംഗ് എക്കോ ഫ്രണ്ട്ലി മെസ്സേജിങ്. ഗ്രീൻ മാർക്കറ്റിംഗ് ബിഗസ്റ്റ് മാർക്കറ്റിംഗ് അക്കംപ്ലിഷിംഗ് ഇൻ മെസ്സേജിങ്. ഗ്രീൻ മാർക്കറ്റിംഗ് വർക്ക്സ് ടു ഹെൽപ്പ് കൺസ്യൂമേഴ്സ് അണ്ടർസ്റ്റാൻഡ് പ്രോഡക്റ്റ് ഗ്രീൻ ബെനിഫിറ്റ്സ് ആൻഡ് കമ്പനീസ് കമ്മിറ്റ്മെൻറ്റ് ടു ദി എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് എന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് going green adds up more customers to the existing customer base, which in turn gives a competitive advantage over other competitors.
നെക്സ്റ്റ് പറയുന്നതാണ് ബ്രാൻഡ് ലോയൽറ്റി ആൻഡ് ഇൻക്രീസ് ബ്രാൻഡ് ഇക്വിറ്റി. ഈ പറയുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി എന്ത് വരുമെന്നാണ് പറയുന്നത്, ബ്രാൻഡ് ലോയൽറ്റി, ബ്രാൻഡ് ഇക്വിറ്റി കൂട്ടുവാനായിട്ട് സാധിക്കും. പിന്നെയാണ് ഇങ്ങനെയുള്ള ഗ്രീൻ മാർക്കറ്റിങ്ങിനുള്ള വെല്ലുവിളികൾ അഥവാ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നാണ്. ഒന്ന്, ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് ഗ്രീൻ പ്രോഡക്ട്സ്. ഒന്നാമത്തെ പ്രശ്നമാണ് ഗ്രീൻ പ്രോഡക്ട്സ് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ടാഗുകളുണ്ട്. ഇത് എന്താണെന്ന് ജനങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒരു കാരണവശാലും അവരതിനെ കൂടുതലായിട്ട് സമീപിക്കുകയില്ല. രണ്ട്, ഹയർ കോസ്റ്റ് ഓഫ് ഗ്രീൻ പ്രോഡക്ട്സ് എപ്പോഴും വലിയ വിലയാണുള്ളത്. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ കൺവിൻസിങ് ദി കസ്റ്റമേഴ്സ്. പിന്നെ പറയുന്നത് കസ്റ്റമേഴ്സിനെ നമ്മൾ കൺവിൻസ് ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഡിഫിക്കൽട്ടീസ് ടു സസ്റ്റെയിൻ നോ കോപ്പറേഷൻ, അവോയ്ഡിങ് ഗ്രീൻ മിയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഗ്രീൻ മാർക്കറ്റിംഗ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇംപ്രൂവ്ഡ് എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. Misjudging either of the two or overemphasizing at one of the expense of the other can be termed as green marketing myopia. Hence, both should move hand in hand. അതായത് ഒന്നിൻ്റെ ചിലവിൽ മറ്റൊന്നിന് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരെണ്ണത്തിൻ്റെ എക്സ്പെൻസ് കൊണ്ട് മറ്റൊന്നതിന് കൂടുതൽ നേട്ടം കൊണ്ടാകുന്ന ഒരു സിസ്റ്റമാണ് ഈ ഗ്രീൻ മിയോപ്പിയ എന്ന് പറയുന്നത്. പിന്നെ ലാക്ക് ഓഫ് ട്രസ്റ്റ്, ലാക്ക് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഗ്രീൻ മാർക്കറ്റിംഗ് ഇന്ത്യ ബിസിനസ് എന്ന് വായിച്ച് നോക്കിയാൽ മതി. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കയറുകയാണ്. ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് ആൻഡ് ഡെഫിനേഷൻ. ഗ്രീൻ വാഷിംഗ് റെഫേഴ്സ് ടു the form of marketing that creates the impression that the products, aims and policy of the company are green and environmentally sound than they really are. അതായത് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത് പുതിയതായിട്ട് വരുന്നൊരു കോൺസെപ്റ്റാണ്. അതായത് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ്, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, ഏറ്റവും എല്ലാ പ്രവർത്തനങ്ങളും ഗ്രീൻ എന്നുള്ള ഒരു ടൈമിലാണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൂടെ പറയുന്നുണ്ട്. ഗ്രീൻ വാഷിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് the act of misleading consumer regarding the environmental practices of the company or the environmental benefits of a product or service. ഒരു സാധനത്തിൻ്റെയോ അല്ലെങ്കിൽ സേവനത്തിൻ്റെയോ എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്രാക്ടീസസിന് കൺസ്യൂമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, മിസ്ലീഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റിദ്ധരിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇത് ഈ ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഒന്ന്, ലൂസിങ് കോൺഫിഡൻസ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു ഒന്നാമത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, deceptive practices of dressing up harmful and toxic chemical products to create the impression of environmental safety and sustainability. This creates distrust and reduces the customer confidence in even legitimate green products. രണ്ട്, losing the market of even genuine products. അതൊരു വലിയ പ്രശ്നമാണ്. എന്താണ്, യഥാർത്ഥമായിട്ടുള്ള ജെനുവിനായിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഈ എന്താണ് സ്വീകാര്യത അല്ലെങ്കിൽ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ വരുന്നത്. പിന്നെ ലോസിങ് റെപ്യൂട്ടേഷൻ ഓഫ് പ്രോഡക്ട്സ് ഓഫ് ഫാമർ. ഏതെങ്കിലും ഒരു ഫാമിൻ്റെയോ അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെയോ റെപ്യൂട്ടേഷൻ തകരാനായിട്ട് പോകുന്നു, അതൊരു കാരണമാണ്. എൻകറേജിങ് കൺസ്യൂമർ സ്പെക്റ്റിസം. എന്താണ് സ്പെക്റ്റിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിൻ്റെ അർത്ഥം നോക്കാം. ഇതിൽ വരുന്നൊരു കാര്യം, എൻകറേജിങ് കൺസ്യൂമർ സെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഹു ആർ കോൺസ്റ്റൻ്റ്ലി മേക്കിംഗ് an effort to use green and natural products to reduce their impact on the environment may be discouraged എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം സ്ഥിരമായിട്ട് ഈ സാധനം തന്നെ നമ്മൾ ഈ എൻവയോൺമെൻറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവർക്കൊരു മടുപ്പ് തോന്നാനായിട്ടുള്ള കാര്യമാണ്. ഇഫ് ദേ ആർ മിസ്ലീഡ് ബൈ ദ കമ്പനീസ് ത്രൂ ഗ്രീൻ വാഷിംഗ്, ഇഫ് കൺസ്യൂമേഴ്സ് ലോസ് ട്രസ്റ്റ് ഇൻ എ സർവീസ് ഓർ പ്രോഡക്റ്റ്, ഒരു സാധനത്തിലോ സേവനത്തിലോ കൺസ്യൂമേഴ്സിനുള്ള വിശ്വാസം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? There develops skepticism against the product or services. അടുത്ത് വരുന്നതാണ് ഡിമിനിഷിങ് കൺസ്യൂമർ പവർ എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് ഹു ആക്ച്വലി കെയർ അബൌട്ട് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ് വുഡ് ബി റെഡി ടു പേ എ പ്രീമിയം amount for the products. If the premium payment is made for green washed products, their purchase the power of the genuine products is ഡിമിനിഷിങ് കൺസ്യൂമർ പവർ എന്ന് പറയുന്നത് ഇതൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു മിസ്ലീഡിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ മറ്റ് പ്രോഡക്റ്റുകൾ എല്ലാം ഒത്തിരി പെട്ടെന്ന് തന്നെ ഡൗൺ ആവാനായിട്ടുള്ള ഒരു കാര്യമെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതാണ് ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്കോ ടൂറിസം അണ്ടർലൈൻ ചെയ്യുക. എക്കോ ടൂറിസം റെഫേഴ്സ് ടു
a sustainable form of tourism that allows the tourist to see the most pristine form of Mother Nature so that local people are benefited without damaging the environment. എക്കോ ടൂറിസം എന്ന് പറയുന്നത് ഇതാണ്. പ്രാചീന കാലം മുതൽ നമ്മൾ കൺവെൻഷനലായി ഫോളോ ചെയ്തു വരുന്ന ടൂറിസത്തിൻ്റെ ഇമ്പാക്റ്റുകൾ കൃത്യമായിട്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് അതേപോലെ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന എന്നുള്ളതാണ്. അപ്പോൾ എക്കോ ടൂറിസം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോക്കൽ ആളുകൾക്ക് അവരുടെ എൻവയോൺമെൻറ്റ് നശിക്കാതെയോ അല്ലെങ്കിൽ നഷ്ടപ്പെടാതെയോ അവർക്ക് ആ ഒരു സെയിം രീതിയിൽ തന്നെ ഫ്രണ്ടിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. അവിടെ തന്നെ താമസിക്കാൻ സാധിക്കും. അതുപോലെ ഈ ടൂറിസം കൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നതായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. ഇതാണ് എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ കുമരകത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് അടുത്ത പേജിലേക്ക്? എക്കോ ടൂറിസം ഇസ് ഡിഫൈൻഡ് ബൈ ദി ഇൻ്റർനാഷണൽ എക്കോ ടൂറിസം സൊസൈറ്റി. റെസ്പോൺസിബിൾ ട്രാവൽ ടു നാച്ചുറൽ ഏരിയാസ് ദാറ്റ് കൺസേർവ്സ് ദി എൻവയോൺമെൻറ്റ്, സസ്റ്റെയിൻ ദ വെൽ ബീയിങ് ഓഫ് ദി ലോക്കൽ പീപ്പിൾ ആൻഡ് ഇൻവോൾവ്സ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് പരിസ്ഥിതിയെ കൃത്യമായി പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുന്നതായിട്ടുള്ളൊരു മേഖലയിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് ലോക്കൽ പീപ്പിൾ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ആളുകളുടെ പ്രദേശവാസികളുടെ അവർക്കുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ തന്നെ അവർക്ക് ആ ഒരു ടൂറിസം എന്നുള്ള ഒരു സിസ്റ്റം മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവരുടെ ജീവിതത്തിന് യാതൊരു വിധമായ കോട്ടങ്ങൾ ഉണ്ടാകുന്നില്ല. ആൻഡ് ഇൻവോൾവ്സ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ദ ഫോളോവിങ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് എക്കോ ടൂറിസം. ഈ എക്കോ ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രാധാന്യം എന്തെല്ലാമാണ്? ഒന്ന്, പ്രിസർവേഷൻ ഓഫ് നേച്ചർ. ഒന്ന്, പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കും. രണ്ട്, ബ്രിങ്ങിങ് ലോക്കൽ പീപ്പിൾ ഇൻ ടു ലൈം ലൈറ്റ്. അതായത് ലോക്കലായിട്ടുള്ള ആളുകൾക്ക് ഒത്തിരി ജോലി സാധ്യതകളും അവർക്കൊരു വരുമാന മാർഗവുമായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ വരുന്നതാണ് ലോങ് ടേം ഡെവലപ്മെൻറ്റ്, ഹെൽപ്സ് ഇൻ റൈസിങ് അവയർനെസ്, കൾച്ചറൽ ഇമ്പ്രൂവ്മെൻറ്റ്, റെഡ്യൂസ് കാർബൺ ഫുട് പ്രിൻറ്റ്. ഈ പോയിൻറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സമയം പോലെ വായിച്ചാൽ മതി. പിന്നെ എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യയിൽ എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആയുർവേദം. രണ്ട്, നേച്ചർ സ്റ്റഡി ആൻഡ് ബേർഡ് വാച്ചിങ്. അല്ലേ, നമുക്കറിയാം പക്ഷി സംഗീതങ്ങളൊത്തിരി വരുന്നുണ്ട്. പിന്നെയാണ് ക്യാമൽ സഫാരി. ഇന്ത്യയിലെ കാര്യമാണ്, കേരളത്തിലല്ല പറയുന്നത്. ഒട്ടകത്തിന് പുറത്ത് സഞ്ചരിക്കുന്നത്. എലിഫൻറ്റ് സഫാരി വരുന്നുണ്ട്. ബാക്ക് വാട്ടേഴ്സ്, ട്രക്കിങ്, ക്യാമ്പിങ് ആൻഡ് ആംഗ്ലിങ്. ആംഗ്ലിങ് റെഫേഴ്സ് ടു ഫിഷിംഗ് ആസ് എ സ്പോട്ട് ഓർ ഹോബി വിത്ത് എ ഫിഷിംഗ് റോഡ് യൂഷ്വലി ഇൻ റിവേഴ്സ് ആൻഡ് ലേക്സ്. അത് നമുക്കറിയാവുന്നതാണ്. ഇപ്പം ഈ ബാങ്കോ മെഡൽസ് മോഡലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊട്ടയ്ക്കകത്ത് വെള്ളമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് തന്നെ ചൂണ്ടയിട്ട് ആ മീനെ തന്നെ നമുക്ക് വറുത്ത് തരുന്ന സിസ്റ്റമൊക്കെ നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏതിലാണ്? ഇത് ആംഗ്ലിംഗ് എന്നുള്ളതിലാണ് വരുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഓഫ് എക്കോ ടൂറിസം. ഒന്ന്, സീനിക് ബ്യൂട്ടി. ഒന്നാമത്തെയാണ് സീനിക് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഓരോ ഫ്ലേവറുകൾ അല്ലെങ്കിൽ പറയുന്നതാണ് ഓരോ ബ്യൂട്ടി ഉണ്ട് അല്ലേ. ഓരോ ദേശത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഹരിയാനയിലോ ചെല്ലുന്ന ആ ഒരു സിസ്റ്റം അല്ല നമ്മുടെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ. അപ്പോൾ ഈ പറയുന്നത് അതൊരു നിങ്ങൾക്ക് എപ്പോഴൊക്കെ ലൈഫിൽ ചാൻസ് കിട്ടുകയാണെങ്കിൽ അതൊന്ന് മിസ് ചെയ്യരുത്. കാരണം ഓരോ സിസ്റ്റത്തിനും അവിടുത്തെ ഒരു സിസ്റ്റം നമുക്ക് സംസ്കാരം പഠിക്കാൻ പറ്റും. അവിടുത്തെ ഭാഷ, അവിടുത്തെ ഫുഡ്, അവരുടെ ഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൾച്ചറെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെയാണ് കൾച്ചറൽ ഹെറിറ്റേജ്, ഈ പറഞ്ഞ കാര്യം. പിന്നെ ബർത്ത് പ്ലേസ് ഓഫ് റിലീജിയൻസ്. ദെൻ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് ഈ എക്കോ ടൂറിസം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് പുതിയ ബിൽഡിങ്ങുകൾ ഒന്നും നടപടിയില്ല. ഓൺലി ആ നേരത്തെ ഉള്ള സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് പോകും. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ആക്സസിബിലിറ്റി, ലാംഗ്വേജ് പ്രോബ്ലം, ഇതെല്ലാം പ്രശ്നമാണ്. ഇനിയാണ് കാർബൺ ക്രെഡിറ്റ് ആൻഡ് കാർബൺ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്ന അടുത്ത ഏരിയയിലേക്ക് പോകുന്നത്. എ കാർബൺ ക്രെഡിറ്റ് ഈസ് എ tradable permit or a certificate allowing the holder, such as a company, to emit carbon dioxide or other greenhouse gases. It is meant for reduction of emission of carbon dioxide and other greenhouse gas from industrial activity. The credits limits the emission to a mass equal to 1 ton of carbon dioxide. അതായത് എല്ലാ വ്യവസായ സംരംഭങ്ങളും നടക്കുമ്പോഴേ അല്ലെങ്കിൽ വ്യവസായശാലകളിൽ നിന്നും കാർബൺ ഡയോക്സൈഡുകൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇതിനൊരു ലിമിറ്റ് കൊടുത്ത് അതിനുള്ള സർട്ടിഫിക്കേഷൻ കിട്ടുന്നതിനാണ് ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ
10,000 ടണ്ണ് മാത്രമേ നമ്മൾ അതിനുള്ള അവസരം എന്താണ് ഒരു പെർമിഷൻ കൊടുക്കുന്നുള്ളെങ്കിൽ 10,000-ന് മുകളിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വരാതിരിക്കുമല്ലോ. പെർമിഷൻ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ 1,00,000 ടണ്ണായിരിക്കും ചിലപ്പോൾ എമിറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. പിന്നെയുള്ളതാണ് പറയുന്നത് ടൈപ്സ് ഓഫ് കാർബൺ ക്രെഡിറ്റ്സ്. ഒന്ന് VER, വോളണ്ടറി എമിഷൻ റിഡക്ഷൻ. കാർബൺ ഓക്സൈഡ് ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് ഇൻ ദി ഓവർ ദ കൗണ്ടർ ആൻഡ് വോളണ്ടറി മാർക്കറ്റ് ക്രെഡിറ്റ്സ്. പിന്നെയുള്ളതാണ് CER, അതായത് സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? എമിഷൻ യൂണിറ്റ്സ് ക്രിയേറ്റഡ് ബൈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിത്ത് ദ പർപ്പസ് ഓഫ് ഓഫ്സെറ്റ്സ് ഓർ പ്രൊജക്റ്റ് എമിഷൻ. ഇനി അത് വെച്ച് അറിഞ്ഞിരുന്നാൽ മതി. കാർബൺ എക്സ്ചേഞ്ച് എന്താണെന്ന് നമുക്ക് നടത്താം. കാർബൺ ട്രേഡ് ഇസ് ആൻ exchange of credits between nations designed to reduce emissions of carbon dioxide. It is an approach used to control carbon dioxide pollution by providing economic incentives for achieving emission reduction. അതായത് കാർബൺ എക്സ്ചേഞ്ചിന് പല രാഷ്ട്രങ്ങൾക്കും പല റേഞ്ചാണ് കൊടുക്കുന്നത്. അത് അവരവരുടെ രാഷ്ട്രത്തിൻ്റെ നിയമ ഭേദഗതി മറ്റു കാര്യങ്ങളും വെച്ച് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നതാണ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് റെഫേഴ്സ് ടു ആൻ അസസ്മെൻറ്റ് ഓർ വെരിഫിക്കേഷൻ ഓഫ് ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് an organization is observing practices which minimize harms to the environment. എൻവയോൺമെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് ഈ കാര്യമാണ്. എൻവയോൺമെൻറ്റിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അസസ് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നു ഓരോ ഓർഗനൈസേഷനും. ദാറ്റ്സ് ഫോർ ഒബ്സർവിങ് പ്രാക്ടീസസ് വിച്ച് മിനിമൈസ് ഹാംസ് ടു ദി എൻവയോൺമെൻറ്റ്. ഓക്കെ, പിന്നെ ഫ്രണ്ടിലോട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കോപ്പൊക്കെ ഉള്ളൂ. നിങ്ങൾ എൻവയോൺമെൻറ്റ് ഓഡിറ്റ് ആദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാലാണ് അറ്റ്ലീസ്റ്റ് പോയിൻ്റെങ്കിലും നിങ്ങൾ വായിക്കുക. ബാക്കി താഴോട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു.